നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് നോക്കുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന 4 സൺസ്ക്രീൻ കാണിച്ചു തരാം. എല്ലാ സൺസ്ക്രീനും ഫാർമസി സൺസ്ക്രീൻ ആണ്. എല്ലാത്തിന്റെയും വില വരുന്നത് ഏകദേശം ഒരു 200-നും 400-നും ഇടയിലാണ്. വളരെ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ ഫേസിലും ബോഡിയിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യത്തേത് UV അംബ്രല്ല സൺസ്ക്രീൻ ആണ്. SPF 50 വരുന്ന ഈ സൺസ്ക്രീന് ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ്. SPF 50 ഉള്ളതുകൊണ്ട് തന്നെ 97% UV റേസിനെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ സൺസ്ക്രീനിന് UVAയും UVBയും പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ PA+++ ആണ്. ക്യാരറ്റ് സീഡ് എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ ടോൺ ചെയ്യാൻ നല്ലതാണ്. 100 ml ഈ സൺസ്ക്രീൻ ലോഷന് 390 rupees ആണ് വരുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സൂട്ടബിൾ ആകും. നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഓയിലി ഫീൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ടെക്സ്ചർ നല്ല ക്രീമിയാണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റും ആണ്. ഇത് ഈസി ആയിട്ട് തന്നെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് അബ്സോർവ് ആകുകയും ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്കിയും നോൺ ഗ്രീസിയും ഒക്കെയാണ്. പിന്നെ ഇതിനൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. ചിലപ്പം ഈ ഫ്രാഗ്രൻസ് സെൻസിറ്റീവ് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഈ സൺസ്ക്രീൻ ലോഷൻ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അതുപോലെ നല്ല മോക്കുരു ഒക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. ഫോട്ടോബാൻ അക്വാജെൽ സൺസ്ക്രീന് എല്ലാവർക്കും കുറച്ചും കൂടി അറിയാവുന്ന ഒരു സൺസ്ക്രീനും കൂടിയാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഈസി ആയിട്ട് ഇത് മേടിക്കാൻ കിട്ടും. ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും എപ്പോഴും സ്റ്റോക്ക് ഉള്ള ഒരു സൺസ്ക്രീനും കൂടിയാണ്. SPF 30 ഉള്ള ഈ സൺസ്ക്രീന് UVAയും UVBയും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഫേസിലും ബോഡിയിലും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ടെക്സ്ചർ വരുന്നത് നല്ല ക്രീമിയാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് മസാജ് ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് അബ്സോർവ് ആകുള്ളൂ. ഇതിനൊരു മെഡിസിനലോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആയിട്ടൊരു ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഫ്രാഗ്രൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കിയാണ്. അതുപോലെ ഹെവി ഫീലിംഗും ഉണ്ട്. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഫേസിൽ കുറച്ച് ഓയിലി ലുക്ക് വരും. അതുപോലെ ഫേസ് ഡൾ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നന്നായി വേർക്കും, പ്രത്യേകിച്ച് സമ്മർ സീസണിൽ. അഫോർഡബിൾ ആയിട്ടുള്ള മറ്റൊരു സൺസ്ക്രീൻ ആണിത്. എക്രാൻ അക്വാജെല്ല്. SPF 30 ആണ്. അതുപോലെ UVAയും UVB പ്രൊട്ടക്ഷനും PA+++ ആണ്. ഈ സൺസ്ക്രീന് പാരബൻ ഫ്രീ ആണ്. അതുപോലെ സൾഫേറ്റോ മിനറൽ ഓയിൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഏത് സ്കിൻ ടൈപ്പിനും ഇത് സൂട്ടബിൾ ആകും. ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ. അഫോർഡബിൾ സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഫേസിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാം. കൂടുതൽ വെയിലത്തൊക്കെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് SPF 50 ആയിരിക്കും നല്ലത്. ഈ ബ്രാൻഡിന്റെ തന്നെ SPF 50 വരുന്നുണ്ട്. പിന്നെ ഈ സൺസ്ക്രീന് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിലൊക്കെ ഇത് ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അഫോർഡബിൾ സൺസ്ക്രീൻ ആണെങ്കിലും മെന്നിനും വുമണിനും ഇത് അത്യാവശ്യം വർക്കാവുന്ന ഒരു സൺസ്ക്രീനും കൂടിയാണ്. ടെക്സ്ചർ നല്ല ക്രീമിയാണ്. പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റും ആണ്. ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകുകയും ചെയ്യും. നോൺ സ്റ്റിക്കിയും നോൺ ഗ്രീസിയും ആണ് ഇതിന്റെ ടെക്സ്ചർ. പിന്നെ ഇതിന് ചെറിയൊരു മൈൽഡ് ഫ്രാഗ്രൻസും ഉണ്ട്. പിന്നെ ഈ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഈ 3 സൺസ്ക്രീനിലും ഏറ്റവും വില കുറഞ്ഞ സൺസ്ക്രീനാണിത്. മൈസൺ ഗാർഡ്. 50 ml 200 രൂപയും കണ്ടേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിളും ആണ്. ഇതിന് ടെക്സ്ചർ ഒക്കെ നല്ലതാണ്. ക്രീമിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഒട്ടും തന്നെ ഹെവി ഫീലിംഗ് ഒന്നും തന്നെ ഇല്ല. ബ്ലെൻഡ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ നോൺ സ്റ്റിക്കി നോൺ ഗ്രീസി ഒക്കെയാണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഡ്രോബാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ ഒന്നും ഇതിനകത്തൊന്നും പ്രതീക്ഷിക്കരുത്.